റോഡുകൾക്ക് വീതിയില്ല, വികസനം പോരാ എന്നൊക്കെ പറയുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ. ഉള്ള നിയമങ്ങൾ പാലിക്കാനും കൃത്യമായ റോഡ് നിയമങ്ങൾ പാലിക്കുവാനും കഴിയുവാണെങ്കിൽ സൈക്കിൾ പോകുന്ന റോട്ടിലൂടെയും ലോറിക്ക് പോകാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോ മറ്റൊന്നിനും വേണ്ടി ഇട്ടതല്ല. ആ റോഡുകളിലൂടെ നിങ്ങൾ കാണേണ്ടത് ഞാൻ പോയ വഴികളല്ല, ഞാൻ പോയ വഴികളിലെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ള സിഗ്നലുകളും എൻ്റെ മുമ്പിലും ഓപ്പോസിറ്റിൽ നിന്ന് വന്ന വാഹനങ്ങളും പാലിക്കുന്ന നിയമങ്ങളുമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? എന്ത് വികസനം വന്നാലും അതിലെ കുറ്റങ്ങൾ മാത്രം നിരത്തി രാഷ്ട്രീയ ഉപജാപകന്മാർ അതിനെതിരെ സംസാരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയവും. റോഡ് അപകടങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകൾ ഓരോ വർഷം മരണപ്പെടുന്നതും. നിങ്ങൾ ഇത്രയും വലിയൊരു വീഡിയോ ഞാൻ റോഡുകളിലൂടെ മറ്റു വാഹനങ്ങൾ പോകുന്ന രീതിയും ആളുകൾ മുറിച്ചു കിടക്കുന്ന രീതികളുമാണ് ആ വീഡിയോയിലുള്ളത്. കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ റോഡുകൾ ഇതിനേക്കാൾ വീതിയുള്ളതും മെച്ചപ്പെട്ടതുമാണ്. പക്ഷേ ആകെ കുറവുള്ളത് ട്രാഫിക് സിഗ്നലുകൾ എന്നുദ്ദേശിക്കുന്നത് ട്രാഫിക് ലൈനുകളും സീബ്ര ക്രോസിങ്ങുകൾ, റെസ്ട്രിക്റ്റഡ് ഏരിയാസ്, അങ്ങനെ വരുന്ന ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. പക്ഷേ ഒന്നും റോട്ടിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പോലും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അത് സ്കൂളുകളിൽ നിന്നേ ഉണ്ടായാൽ, അത് ശീലിച്ചാൽ നമുക്ക് നല്ല ഒരു ട്രാഫിക് വിവരമുള്ള തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ. കേരളത്തിലെ റോഡുകളെയും നിയമങ്ങളെയും പറ്റി കുറ്റം പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ നിയമം. എത്ര വീതി കുറഞ്ഞ സ്ഥലത്തൂടെയും കൃത്യമായി നിയമം പാലിച്ചാൽ ഒരു അപകടങ്ങളുമില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും.